ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് അഫ്ഗാനിസ്ഥാന്റെ കിളി പോയി. അതുപോലത്തെ ബാറ്റിംഗ് ആണ് രോഹിത് ശർമ്മ പുറത്തെടുത്തത്. കഴിഞ്ഞ 2 മാച്ചിലും ഡെക്കിലാണ് രോഹിത് ശർമ്മ പുറത്തായത്. അതിന്റെ പ്രതികാരം രോഹിത് ശർമ്മ ഇന്ന് വീട്ടി. കളിയാക്കിയവർക്ക് ബാറ്റ് കൊണ്ട് രോഹിത് മറുപടി കൊടുത്തു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മയുടെ ബാറ്റിന്റെ ചൂട് അഫ്ഗാനിസ്ഥാൻ ശരിക്കും അറിഞ്ഞു. രോഹിത് ശർമ്മ തകർത്താടി. സെഞ്ചുറി പ്രകടനമാണ് രോഹിത് ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ എനിക്ക് പരമ്പര നേടാൻ സാധിച്ചു. കഴിഞ്ഞ 2 മാച്ചിലും ഞാൻ ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് എന്ത് വില കൊടുത്തും എനിക്ക് കളിക്കേണ്ടതുണ്ട്. ഞാനിന്ന് രണ്ടും കളിപ്പിച്ചാണ് വന്നത്. എനിക്കിന്ന് ഫോമാകാൻ സാധിച്ചു. സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് വിക്കറ്റുകൾ പോയപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് അടിപതറി. എന്നാൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നത് റിങ്കു സിംഗ് ആണ്. അവൻ്റെ ബാറ്റിംഗ് ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു താരം കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു മാച്ചും ഞങ്ങൾ ജയിക്കുമെന്നത് ഉറപ്പാണ്. 150 റൺസ് പോലും എത്തുമോ എന്ന് ഞാൻ ഒരിക്കൽ പേടിച്ചിരുന്നു. എന്നാൽ റിങ്കു സിംഗ് ഔട്ടാവാതെ എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് ഞാനിന്ന് അടിച്ചു കളിച്ചു. ടീമിനെ രക്ഷിക്കേണ്ടത് ഒരു ക്യാപ്റ്റൻ്റെ കടമയാണ്. ഞാനിന്ന് പെട്ടെന്ന് ഔട്ടായാൽ ഞങ്ങളുടെ ടീം തോൽക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനിന്ന് ശരിക്ക് കളിച്ചു. ഈ ഒരു സീരീസിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വരുന്ന സീരീസിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുമെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. സഞ്ജുവിനെ ലാസ്റ്റ് കളിയാണ് ഒരവസരം കൊടുത്തത്. അതാണെങ്കിൽ ആർക്കും തന്നെ നന്നായിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിലെ 4 താരങ്ങളും പെട്ടെന്ന് ഔട്ടായി. കോഹ്ലി അടക്കം ഡെക്കിലാണ് പുറത്തായത്. ഈ സമയത്ത് സഞ്ജുവും ഡെക്കിൽ പുറത്തായി. സഞ്ജുവിനെ തുടർച്ചയായി അവസരങ്ങൾ കൊടുത്തുവെങ്കിൽ സഞ്ജു ഇപ്പോൾ കത്തിക്കയറിയേനെ. എന്നാൽ BCCI അത് ചെയ്യില്ല. സീരീസിലെ ലാസ്റ്റ് മാച്ചിൽ അവസരം കൊടുക്കും. എന്നാൽ സഞ്ജുവിനെ അത് മുതലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.